വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണക്കമ്മൽ കവർന്ന ശേഷം ഉപേക്ഷിച്ചു. കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത്. നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. പുലർച്ചെ 3 മണിയോടെ കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാനായി വീടിൻ്റെ അടുക്കള വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിരുന്നു. ഇതുവഴിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. സ്വർണ്ണക്കമ്മൽ കവർന്ന ശേഷം കുട്ടിയെ വീടിന് കുറച്ച് അകലെയായി ഉപേക്ഷിക്കുകയായിരുന്നു പ്രതി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പോലീസ് പറയുന്ന വിവരം അനുസരിച്ച് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ വ്യക്തമായ പ്ലാനിങ് തന്നെയുണ്ട്. കുട്ടിയെ കാണാതായതറിഞ്ഞ് നാട്ടുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെ അല്പം അകലെയുള്ള മറ്റൊരു വീട്ടിലെത്തിയ കുട്ടി അവിടുത്തെ വീട്ടുകാരെ വിളിച്ചുണർത്തി കാര്യം പറയുകയായിരുന്നു. അവരാണ് തിരച്ചിൽ നടത്തിയിരുന്ന നാട്ടുകാരെ വിവരം അറിയിച്ചത്. കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഉടൻ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ കണ്ണിലും കഴുത്തിലും മുറിവേറ്റിട്ടുണ്ടായിരുന്നു. എന്നാൽ കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മോഷണം മാത്രമാണോ സംഭവത്തിന് പിന്നിലെ ലക്ഷ്യമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പശുവിനെ കറക്കാനായി അതിരാവിലെ തന്നെ പതിവായി അടുക്കള വാതിൽ തുറക്കാറുണ്ടെന്നും കറവ കഴിഞ്ഞ ശേഷമേ അത് അടക്കാറുള്ളൂ എന്നും വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് സംഭവത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. അതിനാൽ പ്രദേശവാസികളോ സ്ഥലവുമായി നല്ല അടുപ്പമുള്ളവരോ ആകാം സംഭവത്തിന് പിന്നിലെന്നും സംശയമുണ്ട്. പ്രതിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സമീപത്തുള്ള CCTVകളിൽ നിന്നും പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്ന് അന്വേഷിച്ചു വരികയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.